മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. അവിശുദ്ധ കൂട്ടുകെട്ടിൽ എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വിശ്വാസികളെ ഒന്നടങ്കം അവഗണിച്ചുകൊണ്ടാണ് മറ്റത്തൂരിൽ കോൺഗ്രസ് ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയത്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്ക് പുല്ലുവില പോലും കോൺഗ്രസ് നൽകിയില്ല. 8 UDF അംഗങ്ങളാണ് അധികാരത്തിനായി ബി.ജെ.പിയുടെ പിന്തുണ തേടിയത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധ രംഗത്തെത്തുകയാണ് LDF. മറ്റത്തൂരിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ പങ്കെടുത്തു. RSS എറിഞ്ഞുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ വാങ്ങി വോട്ട് ചെയ്ത മതേതര വിശ്വാസികളെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്ന് ജേക്ക് സി തോമസ് പറഞ്ഞു. RSS ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ വാങ്ങിയിട്ട് തങ്ങൾക്ക് വോട്ട് ചെയ്ത 100 കണക്കിന് വരുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള മറ്റത്തൂരുകാരെ വഞ്ചിച്ച കോൺഗ്രസ് ഉണ്ടോ? RSS ഉണ്ടെങ്കിൽ RSSനെ ഒറ്റയ്ക്ക് നേരിടും. RSSനെ സഹായിക്കാൻ കോൺഗ്രസ്സുകാരെ കൂടെ പറ്റിച്ച് RSSന്റെ നാണയത്തുട്ടുകൾക്ക് പുറകെ പോയിട്ടുള്ള യുവദാസന്മാരുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ RSSനെയും RSSനെ പിന്തുണയ്ക്കുന്ന യുവദാസന്മാരെയും നേരിടാൻ മറ്റത്തൂർ തയ്യാറാണ് എന്നുള്ളതിന്റെ ഹൃദയ വിളംബരമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ മഹാവലിയ സദസ്സ്. കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് LDFന്റെ തീരുമാനം. മറ്റത്തൂരിൽ നടന്ന പ്രതിഷേധത്തിൽ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.